ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഫ്രൈഡേ ആണ്. ബാക്കിയുള്ള ഡേയ്സൊക്കെ നമുക്ക് ഓഫീസിലായിരിക്കും. അപ്പം ഇന്നാണ് ഫുൾ ഡേ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാവുക. അപ്പം ഇന്ന് ഏകദേശം സമയം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് ഇടാത്തതുകൊണ്ടാണ് അവിടെ ഒരു ഇരുട്ട് പോലെ തോന്നിക്കുന്നത്. സാധാരണ വെള്ളിയാഴ്ച ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഡയറക്റ്റ് ലഞ്ചിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഇച്ചിരി ചിക്കൻ്റെ ഷവായ് പോലത്തെ ഒരു ഐറ്റം ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതും കുറച്ച് കട്ടൻ ചായയും കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചായ ഇതാ ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഈ സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. വ്യാഴാഴ്ച കുറച്ച് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈയോടെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇന്ന് ലഞ്ചിലോട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം. ചെമ്മീൻ മസാല പുരട്ടിയതിന് ശേഷം ഞാനും സുൽത്തും കൂടെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ അടുക്കളയിലോട്ട് വന്നു. ഇനി കിച്ചണിലെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ക്ലീനിങ്ങിനൊക്കെ ഞാൻ സാധാരണ പോകാറ്. അതായത് ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇനി ഞാൻ അടുത്ത ക്ലീനിങ്ങിനൊക്കെ പോകാറ്. ഇതിനിടയ്ക്ക് ഞാൻ ആദ്യം രാവിലെ കുളിച്ചായിരുന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതാ നേരെ അരിയൊക്കെ ഒന്ന് അടുപ്പത്തോട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇനി കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് പരിപ്പ് കറിയും പിന്നെ നമ്മളെ ചെമ്മീൻ റോസ്റ്റും പിന്നെ പപ്പടവും പിന്നെ തോരൻ, സമയം ഉണ്ടെങ്കിൽ ഒരു പാവയ്ക്ക തോരനും വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പരിപ്പ് കറി വെക്കാനായിട്ട് പരിപ്പ് നല്ലോണം കഴുകിയിട്ട് ഒരു തക്കാളി, സബോള, പച്ചമുളക്, പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപ്പ് കറി. അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറും കറിയും ഒക്കെ അടുപ്പത്തായിട്ടുണ്ട്. ഇനി ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ആദ്യം ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ ചൂടായി നമ്മൾ ചെമ്മീൻ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ലഞ്ച് ഏകദേശം പ്രിപ്പയർ ആയിട്ടുണ്ട്. ചോറ്, കറി, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ പപ്പടം കൂടെ പൊരിച്ചിട്ടുണ്ട്. തോരൻ എന്തായാലും ഇന്ന് വെച്ചിട്ടില്ല. പിന്നെ അച്ചാറെല്ലാം കൂട്ടി ചോറ് തിന്നാന്ന് വിചാരിച്ചു. കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്തൊരു വലിയ ടാസ്ക്കാണ് ക്ലീനിങ്. അതും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കും. ഡീപ്പ് ക്ലീൻ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒന്ന് അടിച്ച് തുടച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. എല്ലാ വീക്കും ഒന്നും ഡീപ്പ് ക്ലീൻ ചെയ്യാറില്ല. ആകെ ഒരു വെള്ളിയാഴ്ചയാണ് നമുക്ക് ഫുൾ ഡേ ലീവ് കിട്ടുന്നത്. അന്ന് നമ്മൾ വിചാരിക്കും ഫുൾ ഡേ റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്നായിരിക്കും നമ്മൾ നേരത്തെ ഉറക്കം എണീക്കുക. പക്ഷെ അല്ലാണ്ട് വർക്കിംഗ് ഡേയ്സിൽ ഒന്ന് 7 മണിയായാലും 8 മണിയായാലും 8 മണി വരെ എന്തായാലും പോകാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അതുപോലെ ഉറക്കം വരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. എന്താണെന്നറിയില്ല, വെള്ളിയാഴ്ച അലാറം വെക്കുന്നതിനെക്കാട്ടി നേരത്തെ ചിലപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റെന്ന് വരും. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം ലഞ്ച് കഴിക്കാൻ സമയമായി. 2:30 അപ്പം ഇനി ലഞ്ച് കഴിക്കുക. വെള്ളിയാഴ്ച ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. പക്ഷെ അവരെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ച് ഞാനും സുൽത്തും കൂടെ ഓരോ സ്വീറ്റ് ലസ്സി കുടിച്ചു. അത് കഴിഞ്ഞ് നടന്ന സംഭവം എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഉണ്ടല്ലോ, ആ സിനിമ വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് വൈകിട്ട് ഒന്ന് ജസ്റ്റ് ഗരാഫ് വരെ പോയി. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വെള്ളിയാഴ്ച ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഖത്തറിൽ നല്ല ചൂടും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയും പുറത്തൊന്നും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊന്നും നമുക്ക് പോകാൻ തോന്നില്ല. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിപ്പും ഉറക്കവും എല്ലാം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയായി. പിന്നെ വീണ്ടും അടുത്ത വർക്കിംഗ് ഡേ ആയി. ഇനി അടുത്തൊരു 6 ദിവസം കഴിയണം ഇതുപോലെ ഒരു അവധി ദിവസം കിട്ടാൻ. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിനി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.